आपका नाम क्या है? सीमा। आपका? फातिमा। फातिमा। हाँ ओके। आपका? സാനിയ. ബൂന. ഓക്കെ. എല്ലാരും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞ ഡൗട്ട് ഉണ്ട്. നമ്മൾ ചിരിച്ചു. നമ്മ നാട്ടിൽ ചെക്കന്മാരുണ്ട്. ആ നാട്ടിൽ ചെക്കന്മാരുണ്ട്. ആ പിന്നെ ഇവിടെ നാട്ടിൽ കെട്ടിക്കോ? കിട്ടും. ആ അപ്പോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ ഇവിടെ? ഉണ്ടോ? അപ്പൊ കേരളത്തിൽ നോക്കിയാലോ? നിങ്ങള് അവിടെ നീടിച്ചിട്ട് പിന്നെ ഒരു ടൗണില്ലേ? ആ ടൗണിൽ നീടിച്ചിട്ട് പിന്നെ വന്നില്ലേ? ഞങ്ങളെ ഓൾ ഇന്ത്യ യാത്ര ഇപ്പൊ അങ്ങനെ വെസ്റ്റ് ബംഗാളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡാർജിലിംഗിലായിരുന്നു. ഇനി നമ്മൾ അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത് ആസാമിലേക്കാണ് കേട്ടോ. ഇന്നലെ രാത്രി ഇവിടെ ഒരു ഗ്രാമത്തിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. നല്ല എന്താ പറയാ, ഒരു പ്രകൃതി രമണീയമായ ഒരു ഗ്രാമം. അപ്പോൾ അതിനൊക്കെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്നത്. ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ആദ്യം വരെ അത് കാണേ. അപ്പോൾ വരുന്ന വഴിയിലൊക്കെ ഞങ്ങൾ കുറേ പേര് പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു വെസ്റ്റ് ബംഗാളിൽ നിൽക്കുന്ന അത്ര സേഫ് അല്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ. അതൊക്കെ വെറുതെ പറയട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഇതുവരെ വന്നതിൽ തന്നെ ഏറ്റവും നല്ലൊരു അനുഭവം കിട്ടിയ വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. കാരണം ഇവിടെ 90% ആളുകളും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ പണിയെടുത്ത ഭായിമാരാണ്. അപ്പോൾ ഇന്നലെ അവരുടെ വീട്ടിലൊക്കെ പോയി ചായ കുടിച്ചൊക്കെ സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഉൾട്ടാക്കേറ് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു തല കുത്തനുള്ള ഒരു വീടാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വീടാണ്. അത് കാണാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഉച്ചയോടെ തന്നെ നമ്മൾ ഇവിടെ നേരെ ആസാമിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് പോയിട്ട് കണ്ടാലോ? ഒന്നും പറയാനില്ല, സൂപ്പർ. കേരള പൊറോട്ട വിത്ത് ഗ്രീൻ പീസ്. അതാണ് നമ്മളെ കൊണ്ടുപോയി അടിപൊളി, നല്ല രസമുണ്ട്. നമ്മളെ കേരള പൊറോട്ട തന്നെ, ഗ്രീൻ പീസും. ഈ കറി വേറെ കറിയാണല്ലോ, നല്ല മധുരമുള്ള കറി. അടിപൊളി അടിപൊളി. ചെറിയൊരു പുളിപ്പുണ്ട്. ഇതല്ല വീട്? നമ്മളെ നൗഷാദ് വീട്. നൗഷാദ് ഖാന്റെ ഏട്ടനാണ്. വന്നിട്ട് കാണാം. അവിടെ കൃഷി ഉണ്ട് പോലെ അല്ലേ? എന്താ കൃഷിയുള്ളത്? ഇത് കണ്ടോ, സംഭവം കണ്ടോ? എന്താ നാരങ്ങ? അത് നാരങ്ങ പോലത്തെ വേറെ നാരങ്ങ മോഡൽ നമ്മളെ വയനാട്ടിലൊക്കെ ഉണ്ട്. വലുതാ പോലെ. ഓ മഞ്ഞ കളർ ഇങ്ങനെ വലിപ്പം വെച്ചിട്ട്. അതല്ല മാതള നാരങ്ങ ആവുന്നു. മാതള അതാ തോന്നുന്നു. ഇത് എന്തൊരു ഇലയാണെന്ന്. ഇവിടെ എന്താ കൃഷി? എന്താ ഈ സാധനമില്ലേ, ഇത് പരുത്തിയാണ്. നമുക്ക് ഡ്രസ് ഒക്കെ ഇല്ലേ, ഈ ഡ്രസ് പരുത്തി കൃഷി. പരുത്തിയാണോ? ഇതാ പരുത്തി. അപ്പൊ ഇത് മുഴുവൻ പരുത്തി കൃഷി കേട്ടോ. അവിടെ ചോളം. അതെ അതൊക്കെ നിങ്ങൾ തന്നെയാണോ? അത് ഏട്ടൻ്റെ ബ്രദറിൻ്റെ? അത് ബ്രദറിനുണ്ടോ എൻ്റെ ഉണ്ടോ? ഞാൻ വേറെ ആളിനെ കൊടുത്ത സ്ഥലം പൈസ മേടിച്ചോണു. കൊച്ചിനെ ഡോക്ടറെ കാണിക്കാൻ. സ്ഥലം വിറ്റതാ? വിറ്റില്ല, ഇപ്പൊ സ്ഥലം മുമ്പ് സ്ഥലം കൊടുത്താ പോലെ. പ്രശ്നം വെച്ചാൽ മൂക്കൊരു ഓപ്പറേഷൻ നടന്നിരുന്നു. പ്രശ്നമാണ്. ഇത്ര 3.5 ലക്ഷം രൂപ ചെലവായി. 1.5 ലക്ഷം പോയി ഹോസ്പിറ്റലിൽ ചെലവായി. അപ്പോൾ സ്ഥലം എന്താ ഇതാണ്, ചെറിയ വണ്ടി എടുത്തത്. അത് നമ്മളെ കുട്ടി കുറുമ്പേ. അപ്പൊ ഇത് ഫുള്ള് പരുത്തിയല്ലേ? ഇങ്ങനെ ഉണ്ടാവല്ലോ പരുത്തി? എന്താ പരുത്തിന്റെ അല്ല? നമ്മൾ അവിടെ കണ്ടിട്ട് എന്താന്ന് മനസ്സിലായില്ലേ? ചീരകൃഷിയാന്ന് പറഞ്ഞത്. പിന്നെ ചോളം കാണിച്ചു കൊടുത്തില്ലയോ? ചോളം മുളച്ചതുണ്ടോ? പറിക്കാനായി ഒന്ന് കാണാൻ. അതാ അവിടെ അതല്ലേ? അതായിരുന്നാ? ആയില്ല. അതായിരുന്നാ? അത് നമുക്ക് പോയി നോക്കാം. അത് വഴിയുണ്ട് ഇതിലെ പോയിട്ട് ചോളം പറിക്കുന്ന നോക്കാം. അല്ല കാണാം. എനിക്ക് പറഞ്ഞില്ലയോ ചോളം എങ്ങനെ പറിക്കാനായി കാണണമെന്നുള്ളത്? ഇതിലെ പറിക്കാൻ ചെയ്യോ? വഴിവിട്ട് ഒറ്റക്ക് വഴിവിട്ട് വഴി വെട്ടി വന്നവരാണ് പറഞ്ഞത്. നമ്മളെ കേരളത്തിൽ കൂടെ പോകുന്ന പോലെ തന്നെ ഉണ്ട് അല്ലേ? ഒരു വ്യത്യാസമില്ല. സ്ഥലമാണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ അത് തന്നെ നമ്മുടെ കേരളം തന്നെ. നമുക്ക് വേഗം കഴിച്ചിലാക്കണം. ഞാൻ പണ്ടേ സർക്കസിന് പോണേ കൊണ്ട് ഏത് വഴി കൂടി മറ്റേ അവിടെ അതല്ലേ തൂങ്ങി കിടക്കുന്നേ കുറങ്ങല്ലേ? ചോളം ചോളം കണ്ടില്ല എന്ന് പറയണ്ട. ചോളം ഇങ്ങനെയാണ് ചോളം വരും അല്ലേ? ഒരു കയ്യിൽ പറിച്ചതാ, ഈസിനെ പറിച്ചതാ ചോളം. കൈ പോന്നുണ്ടാ? ഇതായതാണോ? ആയോ? ഫ്രഷ് ചോളം. ഇത് മുഴുവൻ ചോളം അല്ലേ?
ചോളം ഉണ്ടാവും. നമ്മുടെ അവിടെ എങ്ങനെയാണ് വിൽക്കാൻ വേണ്ടി കിട്ടുക? വിൽക്കാൻ വേണ്ടിയിട്ടാ. ഇതിനി ഉണക്കിയിട്ട് പൊടിക്കൂലേ? ഇതെങ്ങനെ എന്താ ചെയ്യാ? ഉണക്കാനാണ്. പിന്നെ ഈ സാധനം ഇല്ലേ, ഇത് മട്ടിച്ചിട്ട് പിന്നെ അത് കുന്നി സാധനം ഇല്ലേ, അത് മൊത്തം പൊളിച്ചു. അല്ല അത് പൊടിക്കോ? പൊടിച്ചെടുക്കോ? പിന്നെ പൊളിക്കും. അല്ല അത് ഞാൻ ചോദിക്കാം. ഇതിനി പൊളിച്ച് ഉണക്കും. ഇത് ഉണക്കും. ഉണക്കിയിട്ട് പൊടിക്കുക. പൊടിച്ചിട്ടോ വിൽക്കും. പൊടിച്ചു എന്താ ചെയ്യാ? പുട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഈ നമുക്ക് സാത്തു ഇല്ലേ, സാത്തു പറഞ്ഞില്ലേ, ഈ കുന്നി സാധനം. ഈ നമുക്ക് മൈദ ഇല്ലേ, മൈദാന്റെ സെയിം സാധനം. അതായത് മൈദയെ പോലെ ആക്കിയെടുക്ക. ഇതെന്ത് ചെയ്യുന്നറിയോ? ഒന്ന് ഉണക്കിയിട്ട് ഇത് ഫുള്ള് ഇമന്ന് ഒഴിവാക്കി കുട്ടിയൊക്കെ കൊടുക്കാനുള്ള അതിലുണ്ടോ? അതിലൊക്കെ അമൃതപ്പൊടി പോലെ മിക്സ് ചെയ്യുന്നതാണ്. ആ മെഷീൻ ഇല്ല, ആ മെഷീൻ്റെ അകത്ത് പുല്ല് വെക്കണം. പുല്ല് വെച്ചിട്ട് പിന്നെ ഈ സാധനം ഇത് ഫുള്ള് ഒഴിവായി പോരും. ഇവിടെ ടൗണിൽ ഉണ്ടാവില്ല ഇങ്ങനെ തന്നെ ചൂടാക്കി ഇത് ചൂടാക്കി ഇങ്ങനെ കടിച്ചു തിന്നുന്നുണ്ട്. എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇതാണ് ചോളത്തിന്റെ പരിപാടി. ഇങ്ങനെ പൂനാരങ്ങ അതാക്കണ വലുത്. പൂനാരങ്ങ ഇതിലെ ഇത് നല്ല പൂനാരങ്ങ കേട്ടോ. ഇത് വലിപ്പമുള്ളതാ. ഇതായില്ലല്ലേ? പച്ച അല്ലേ? ഉണ്ടോ? എടുത്തോ, രണ്ടെണ്ണം എടുത്തോ. നമുക്ക് സർവത്തടിക്കാം. ഇതാക്കണം. ഒന്നിതാ അവിടെ. ഇവിടെ കണ്ടിരുന്നു. ഇവിടെ കണ്ടിരുന്നല്ലോ. ഇതാ ഒന്നിതാ. പൂനാരങ്ങ മുള്ളുണ്ട്. ഇത് കണ്ടില്ല? ഇത് മൊത്തം കൃഷിയാണ്. ആശാന്താണ്. आपका नाम बोलिए. हमका नाम अफजल हुसैन. अफजल हुसैन. अफजल हुसैन. ഇത് നമ്മളെ നൗഷാദ് ഖാന്റെ മൂത്ത മകനെ. ബോലിയെ നെയിം ബോലിയെ. നെയിം നാം ഷാഹിൻ ഹുസൈൻ. അയ്യോ. അപ്പോൾ ഇത് കണ്ടില്ലേ? അത് പരുത്തി കൃഷിയാണ്. അതുപോലെ തന്നെ അപ്പുറത്തേക്കൊക്കെ വരുന്നത് മറ്റേ അത് കിട്ടി. റെഡിയോ? അങ്ങനെ മതി. ഇത് നാരങ്ങയിൽ ഇത് മാറ്റം വരുന്നുണ്ട് അല്ലേ? ഇത് പൂനാരങ്ങ തന്നെ സെയിം. അയ്യോ അത് ഫുള്ള് തന്നെ കേട്ടോ. കാരണം നൗഷാദ് ഖാന്റെ ഇതാണ്. അപ്പൊ കയറുക. പോവാം. നേരെ ഭൂട്ടാനിൽ ബോർഡറിൽ പോകണം. അതിന് നെക്സ്റ്റ് ഭൂട്ടാൻ ബോർഡർ പോയി നോക്കട്ടെ. അപ്പൊ ഇനി നേരെ വൈഫ്. ഇതാരാ? ഇത് എന്റെ അനിയത്തിന്റെ പയ്യന്റെ കെട്ടുപിള്ളേർ. അത്ര വലുപ്പമുള്ളൂ എന്റെ അമ്മനെ. എനിക്ക് അതാ ഓർമ്മയില്ല. അപ്പൊ തിരക്കാം. അപ്പൊ മോള് കെടുക്കില്ലേ? നമുക്ക് അവിടെ ഒരു 18 ഹാഫില് കല്യാണം കെട്ടണം. 18 വയസ്സ് ഹാഫില്ലേ? അവിടെ ഇവിടെ കൊച്ചി ഈ പെണ്ണിമാരനെ കല്യാണം കെട്ടണം. കല്യാണം കഴിക്കണം. പിന്നെ പെണ്ണമാരെ ഒരു കുഴപ്പമില്ലല്ലോ. അവർക്ക് മിനിമം ഇവിടുന്ന് കേരളത്തിലേക്ക് കെട്ടിക്കോ? ഇവിടുന്ന് കെട്ടിക്കോ? ഇവിടെ അതോ പെണ്ണുണ്ടോ കെട്ടിക്കാന്? നമ്മ നാട്ടിൽ ചെക്കന്മാരുണ്ട്. നാട്ടിൽ ചെക്കന്മാരുണ്ട്. പിന്നെ ഇവിടെ നാട്ടിൽ കെട്ടിക്കോ? കിട്ടും. പിന്നെ അപ്പോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ? ഇവിടെ ഉണ്ടോ? അപ്പൊ കേരളത്തിൽ നോക്കിയാലോ? നിങ്ങള് അവിടെ നീടിച്ചിട്ട് പിന്നെ ഒരു ടൗണില്ലേ, ആ ടൗണിൽ നീടിച്ചിട്ട് പിന്നെ വന്നില്ലേ, അവിടെ ഇങ്ങോട്ട് നാരങ്ങ നല്ല മണം ഉണ്ടാവും അല്ലേ? ഇല്ലേ, ഇത് സൂപ്പർ. നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അരുൺമോനതേ കിട്ടില്ല 3 നാരങ്ങ. ഇന്ന് നമുക്ക് സർവത്ത് അടിക്കണം. അത് വേണ്ട, അങ്ങ് ഇവിടെ കഴിച്ചില്ല, നമ്മൾ കഴിച്ചില്ലേ. ഏതായാലും അടിപൊളി അല്ലേ സാറ്? വീട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ സ്ഥലമൊക്കെ വേറെ ആളതല്ലേ ഇവിടെ? ഇവിടെ എങ്ങനെ സ്ഥലത്തിനൊക്കെ വില? സെന്റിന് എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ ഇവിടെ സെന്റിന് വില ഉണ്ട്. ഇവിടെ വില ഉണ്ട്, വില ഉണ്ട്. ഇവിടെ മെയിനായിട്ട് ഭാഷ ഹിന്ദിയും പിന്നെ ബംഗാളിയല്ലേ മിക്സ്? അപ്പൊ മെയിൻ ബംഗാളിയാണ്. കുറെ ആൾക്ക് ഹിന്ദി അറിയില്ല, കുറെ ആൾക്ക് ഹിന്ദി അറിയില്ല. മെയിനായിട്ട് ബംഗാളി തന്നെ അല്ലേ? ഹിന്ദി കുറച്ച് വേറെ ആൾക്കാർ നമുക്ക് വിദേശത്ത് പോയില്ലേ, വിദേശത്ത് പോയി ഹിന്ദി അറിയുള്ളൂ. ഹിന്ദി അല്ല,
ഹിന്ദി അല്ല ബംഗാളി. അത് തന്നെയാണ് അവിടെ നിന്നൊക്കെ ആ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ, നമുക്ക് ബംഗാളി അറിയുള്ളൂ. പക്ഷെ നമ്മൾ ഹിന്ദി അറിയാനായിട്ടില്ല, നമുക്ക് വലിയ ഹിന്ദി അറിയാമെന്ന് അവരും അറിയുന്നത്. നമുക്ക് കുറച്ച് ഹിന്ദി പറഞ്ഞിട്ടേ നമ്മൾ വലിയ ഹിന്ദി അറിയുന്നവരായി. നമ്മൾ പോകുന്നതിന്റെ ബോർഡല്ല അവിടെ, എവിടെ ഉൾട്ടക്കര അവിടെ ഇങ്ങോട്ടൊക്കെ അല്ലേ? തലകുത്തനെ കിടക്കുന്ന വീട് എവിടെയും കാണുന്നുണ്ടോ? ഈ വീട് നേരെയുള്ളൂ. ഒരു ബോർഡ് കണ്ടില്ലേ? അതെ അതെ. കയറിയപ്പോഴത്തേക്ക് മഴ പൊടിഞ്ഞിട്ടോ. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. എങ്ങനെ ടിക്കറ്റ് എങ്ങനെ വരുന്നത്? 70 രൂപ കേട്ടോ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക്. ഇത് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ വന്ന്. ഓ ഇതിനുള്ള കുറേ സംഭവം ഉണ്ടല്ലോ. ഇതെന്താ പാർക്കിങ്ങോ? ഇന്നെങ്ങനെയൊക്കെ ഇട്ട് ട്രെയിനൊക്കെ ഇട്ടത് ഇതിനുള്ളിലുണ്ടോ ഇനി? അതാണോ? അല്ല ഇതിന് ഫ്ലൈറ്റ് ഉണ്ടോ എന്നൊക്കെ എന്താ കാണിക്കുന്നത്? ഉള്ളിലേക്ക് കയറി വെക്കാം. കൈമ കെട്ടനൊക്കെ ഉണ്ടല്ലോ. ഡിസ്ചാർജ് ആവോ? फोटो दे दो, फोटो क्लिक करूंगी. ബാൻഡൊക്കെ കിട്ടിയിരുന്ന ടൈമിൽ 70 രൂപ ടിക്കറ്റ് വരുന്നുണ്ട്. ആ അതാ അവിടെ ഫ്ലൈറ്റ് കണ്ടല്ലോ. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന വിചാരിക്കുക. ഉള്ളിലേക്ക് കയറി വെക്കട്ടോ. നല്ല മഴക്കാറുണ്ട്, അതാണ് ഫുള്ള് ഒന്ന് ഇരുണ്ട് കിടക്കുന്നത്. മഴ പൊടിയുന്നുണ്ട്. ഇവിടെ ഒരു താജ്മഹൽ, തലകുത്തനക്കുന്ന താജ്മഹൽ. താജ്മഹലിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, അത് തല കുത്തനെ എന്തായാലും എവിടെ ഇരിക്കുന്നു കേട്ടോ. 4 ഭാഗത്തൊക്കെ കൊടുത്തിരുന്നല്ലോ, വലിച്ചു കിട്ടിക്കുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അയ്യോ സംഭവം എന്താ. ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഒരു എയർപോർട്ട് ഉണ്ട് കേട്ടോ. എയർപോർട്ട് മീൻസ് ഫ്ലൈറ്റ് അതിനുള്ള നിർത്തിയിരിക്കുന്ന അവിടേക്ക് വേറെ ടിക്കറ്റ് ആവുന്നു. ടിക്കറ്റ് പറയാ? ഓ ടിക്കറ്റ് അവൈലബിൾ ആണ്. അതിന് വേറെ ടിക്കറ്റ് കൊടുക്കണം. അല്ല പോവാ അങ്ങോട്ടേ പോന്ന്? തിരിച്ച് കേരളത്തിലേ പോവാ? നാട്ടിലെ പോവാ പോലെ. അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് നാട്ടിലേക്ക് പോവാണ്. ഇതേ ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ടോ? ഫ്ലൈറ്റ് നമുക്ക് കയറാനുള്ള ഫ്ലൈറ്റ് ആണ്. അതേ ഫ്ലൈറ്റ് നിൽക്കുന്ന ചെറിയൊരു സെറ്റപ്പ്. നമ്മള് മലേഷ്യൻ എയർലൈൻസിലാണ് പോണത്. നമ്മള് എയർലൈൻസ് ഇതാണ്. അതെ അതെ, നമ്മൾ പോവാണ്. സാധനം നല്ല രസമുണ്ടല്ലേ, വലിപ്പമുണ്ട് അത്യാവശ്യം. പക്ഷെ ആ ഫ്ലൈറ്റിന്റെ ഷേപ്പ് ഒന്നും ആയില്ല. കേറണ്ട. ദേ ഫ്ലൈറ്റ് കണ്ടോ? അതാണ് മലയാളിയെ ज्यादा नहीं रहा ना, धीरे धीरे കേരള കർണാടക. तमिलनाडु തമിഴ്നാട്. ഇവരൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ. സംഭവം ഇതാക്കാണ്, ഉൾക്കാണ്. ഇവരൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഉൾക്കാട്ടിട്ട് ഇന്ത്യ ഉൾക്കാട്ടിട്ടാണ്. ആന്റിയെ സിസ്റ്റർ. ഓക്കെ സിസ്റ്റർ. ഇങ്ങോട്ട് വാരിയാണല്ലോ എല്ലാരും കൂടെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാനും മാറില്ല, ഞാൻ ചില്ലറക്കാരനല്ലോ. അപ്പൊ ഇതാണ് കേട്ടോ ഉൾട്ടാക്കർ. ഇത് 70 രൂപയ്ക്ക് മാത്രമല്ല ഒന്നും ഇല്ല കേട്ടോ. പോണതിന് മുമ്പ് പോലെ വളച്ചിട്ട് കയ്യിലെടുത്തിട്ട് പോകണം. പക്ഷെ ഇതേ നമ്മള് വെച്ച് ശരിക്കുള്ള വീട്, ഇത് വീടൊന്നുമല്ല. ഇത് വെറുതെ ചാമ്പി അതന്നെ. ഇതിലിപ്പോ ആകെ ഒറിജിനൽ കാറ് മാത്രം കേട്ടോ, നാനോ കാർ മാത്രമേ ഇതിലിപ്പോ ഒറിജിനൽ ആയിട്ടുള്ളൂ. 500 രൂപ ബോഡി കയ്യിൽ നാനോ കാർ കൊണ്ടുവച്ചിട്ടുണ്ട്, ചെറിയ ഷീറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഓപ്പണൊന്നല്ല, ഇവിടെ എനിക്ക് തോന്നുന്നു കുട്ടികൾ കളിക്കാൻ വേണ്ടിട്ട് കയറാൻ പറ്റിയ സംഭവം മാത്രമേ. അതെ അതെ, വേറെ നോക്കാം. ചെരുപ്പ് വെച്ചേക്കാൻ പറഞ്ഞു. അത് അന്നേരം കഴിച്ചപ്പോ നമ്മള് കേറി ഇത് കാർപ്പറ്റൊക്കെ കൊണ്ട് ഇതെന്താ സംഭവം? ഇത് വൽക്കന്റെ മൂട്. ഇതിപ്പോ ഫർണിച്ചറൊക്കെ മേലെ കയറ്റിച്ചിരിക്കുന്നത് അതിനല്ലേ? ഇതൊന്നുമില്ല, ഇത് അട്ടത്ത് കാർപ്പറ്റ് മോള് തന്നെ ഒന്ന് ഒട്ടിച്ച് സ്റ്റൂളും ഇത് അടുക്കള ഇവിടെ ഒക്കെയാണ്. ഇവിടെ ഒക്കെയാണ് ക്ലോസറ്റ് മേലെ കയറ്റിച്ചിരിക്കുന്നത്. ക്ലോസറ്റ് മോളിൽ കയറ്റി വെച്ചിരിക്കണ്. പാട്ട് താഴെ വെച്ചിരിക്കുന്നത്. സെറ്റല്ലേ സംഭവം? ആക്കടുക്കളാ തലയിലൂള്ളൂ സംഭവം. ആളെ പറ്റിക്കലാണ്. പക്ഷെ നമ്മള് വിചാരിച്ചത് ഒറിജിനൽ വീട് തന്നെ ഉണ്ടാക്കിയത്, അത് വെറുതെ പ്ലൈവുഡ് കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. ചെറിയ സംഭവം ഉണ്ടാക്കി. നാനോക്കാർ മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങള് ഈ കാഴ്ചപ്പാടില് വലിയൊരു പൈസ ഒക്കെ ബഡ്ജറ്റ് ഇട്ട് അതെ അതെ ആക്കി.
ഇതൊരു ബാത്റൂം കണ്ടോ? ഇതിപ്പോ ഒന്നുമില്ല, ഇതന്നെ ഉള്ളൂ. കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറേ സംഭവങ്ങളുണ്ടോ അത്. അവർക്ക് കാണുമ്പോൾ ഒക്കെ അതിശയമായിരിക്കും. കണ്ടില്ലേ വലിയൊരു ചീർപ്പുതാ. അതേമാതിരി ഇതാ അവിടെ ഒരു പിരമിഡ് ഉണ്ടാക്കി വർക്ക് കഴിഞ്ഞിട്ടോ. പിരമിഡിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇതാ ഒരു ആനതാ. ചെറിയൊരു ഓർഡിനാലിറ്റി ഉണ്ട് കേട്ടോ ആനക്കൊക്കെ. രസമുണ്ട്, കാണാൻ രസമുണ്ട്. പക്ഷെ ഞങ്ങൾ എന്താ വെച്ചാലേ ഇങ്ങനെ ഉണ്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞൊരു 10-30 കിലോമീറ്റർ പിന്നെയും ബാക്കോട്ട് വന്നതാണ്. അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു വേർത്തായിട്ട് തോന്നുന്നില്ല. പിന്നെ ആരെങ്കിലും ഈ റൂട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മക്കളൊക്കെ കൊണ്ട് കാണാൻ വരാം, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് അവിടെ ഒരു ട്രെയിനിൻ്റെ ബോഗി കിടക്കുന്നുണ്ടല്ലോ, എന്നാൽ അതിൻ്റെ അടുത്തേ പോയി നോക്കാം. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഫുള്ള് മഴക്കാറാണ്. അത് ഫുള്ള് വീഡിയോ കണ്ടില്ല, ലൈറ്റൊക്കെ ഒന്ന് തെല്ലായി കിടക്കുന്ന വെച്ചാൽ നല്ല മഴക്കാറുണ്ട്. മഴ പൊടിയുന്നുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ കൂണ് മോഡലിൽ ഇരിക്കാൻ വേണ്ടി കണ്ടില്ലേ, കണ്ടാൽ നമ്മുടെ ഒരു കൂണിൻ്റെ അതിൻ്റെ കാർട്ടൂണിലൊക്കെ കാണുന്ന കൂണ് പോലെ. ഇതേ ട്രെയിൻ ഇതാ, പക്ഷെ ട്രെയിനല്ല, ഇത് ബാത്റൂമാണ്. എന്താ അല്ലേ, അത് നല്ല രസമുണ്ട് കേട്ടോ. ഫ്രണ്ട് കാണുമ്പോൾ ഒരു ട്രെയിനിൻ്റെ ഒരു ഇതുമാതിരി തന്നെ തോന്നുന്നുണ്ട് ദൂരം നോക്കുന്നേരം. ഇവിടെ ഫുള്ള് കോമഡിയാ അല്ലേ? ഫുള്ള് കോമഡിയാ, 70 റുപ്യ പോയ കോമഡി. പക്ഷേ മക്കളെ കൂടി വരികയാണെങ്കിലൊക്കെ എന്നാലും അടിപൊളി. അതെ, ചെറിയ മക്കൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വേറെന്ന് വെച്ചാൽ നല്ല വൃത്തിയായ ബാത്റൂം ഉണ്ട്. അതെ. പിന്നെ ഈ ഫ്ലൈറ്റൊക്കെ മക്കൾക്ക് കാണുന്നേരെ. അപ്പോൾ ഇതൊക്കെ ഫ്ലൈറ്റ് കാണുന്നേരെ അല്ലേ മക്കൾക്ക് ഫ്ലൈറ്റൊക്കെ കാണുന്നേരോ. അതേപോലെ ഉണ്ടോ താജ്മഹൽ തല കുത്തനെ നിൽക്കുന്ന ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മളിനി ഭൂട്ടാനിലേക്ക് പോകല്ലേ? ഭൂട്ടാനിൽ പോവാണ് മക്കളെ. ഭൂട്ടാനിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. സ്റ്റേറ്റ് അടുത്ത രാജ്യം കയറാൻ പോവാ. അതെ. അപ്പൊ